ഹായ് എവരിവൺ, മാർത്തോമ സെൻട്രൽ സ്കൂളിൽ നടക്കുന്ന റോബോട്ടിക്സ് ടെക് ഫെസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പലതരത്തിലെ റോബോട്ടുകളും വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയ റോബോട്ടിനെയും കാണാൻ സാധിക്കും. എന്നാൽ നമുക്ക് ടെക് ഫെസ്റ്റ് കാണാൻ പോയാലോ? എന്നാ റെഡിയല്ലേ? ഗ്രാമപഞ്ചായത്തുള്ള നമ്മുടെ ഈ മാർത്തോമ സെൻട്രൽ സ്കൂളിൽ ഇങ്ങനെ ഒരു റോബോട്ടിക്കിൻ്റെ ഒരു പ്രവർത്തനം, അതായത് കുട്ടികൾക്ക് ആ രീതിയിലുള്ള ഒരു പഠനവും കൂടി വന്നത് വളരെയധികം സന്തോഷകരമാണ്. യഥാർത്ഥത്തിൽ വളരെ അതിശയം തോന്നുകയാണ്. നമ്മുടെ ഈ പ്രദേശത്തും ഇങ്ങനെ ഒരു പരിശീലനം നമ്മുടെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്തായാലും വളരെ സന്തോഷം. നമ്മുടെ ആധുനിക ജീവിതത്തിൽ കുട്ടികൾക്ക് ഏതെല്ലാം രീതിയിൽ മുന്നോട്ട് പോകാം എന്നതിനെക്കുറിച്ചുള്ളൊരു പഠനം കൂടിയാണ് ഇതെല്ലാം നടക്കുന്നത്. നമുക്ക് ഇനി വരുന്ന സാധ്യതകളെക്കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നതിനും അതുമായി മുന്നോട്ട് പോയി അവരുടെ ജീവിത രീതി തന്നെ മാറ്റിമറിക്കുന്നതിന് ഈ ഒരു പ്രവർത്തനം വളരെ നല്ലതാണ്. മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് നമ്മുടെ ഈ മാർത്തോമ സെൻട്രൽ സ്കൂളിൽ നിന്ന് നടക്കുന്നത് എന്നുള്ളതാണ്. എൻ്റെ പേര് നിവേദ എന്നാണ്. ഞാൻ ചാത്തന്നൂരിലെ ക്രിസ്തോസ് മാർത്തോമ UP സ്കൂളിൽ നിന്ന് വരുന്നു. ഇന്നത്തെ ഈ റോബോട്ടിക് ഫെസ്റ്റ് വളരെ നല്ലതായിരുന്നു. എല്ലാവർക്കും ഈ ഫെസ്റ്റ് നല്ലതായി ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇതിൽ നിന്നും വളരെയധികം കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഈ സ്കൂളിലുള്ള എല്ലാ വിദ്യാർത്ഥികളും നല്ലതായി ഇത് ചെയ്യുകയും വെളിയിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. മാർത്തോമ സ്കൂളിലെ ടെക് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഹ്യൂമനോയിഡ് റോബോട്ടുകൾ, റോബോ ഡോഗ് ഇതിനെയൊക്കെ കാണാൻ സാധിച്ചു.
പിന്നെ ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ മാർത്തോമ സ്കൂൾ വളരെ മുന്നിലാണ്. ഇവിടെ എൻ്റെ കുട്ടികൾ ഇവിടെ പഠിക്കുന്നതെന്ന് ഓർത്ത് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു, വളരെ അഭിമാനം തോന്നുന്നു. എല്ലാവർക്കും നമസ്കാരം. മാർത്തോമ സെൻട്രൽ സ്കൂൾ ചെറുന്നിയൂർ അതിനോടൊപ്പം യൂണിക് വേൾഡ് റോബോട്ടിക്സിനെയും പ്രതിനിധീകരിച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ വന്ന് നിൽക്കുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. ഒന്നല്ല രണ്ടല്ല, ഇത് മൂന്നാമത്തെ വർഷമാണ് MTCS വർക്കലയിൽ തന്നെ ആദ്യത്തെ ഒരു ടെക് ഫെസ്റ്റ് സ്കൂളിൽ നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചത്. ആദ്യത്തെ വർഷം തുടങ്ങുന്ന സമയത്ത് 500-ഓടടുത്ത് ആളുകൾ വരികയും സെക്കൻഡ് ഇയർ ആയപ്പോൾ അത് 500-ന് മുകളിലായി. ഈ വർഷം 800-ൽ പരം ആളുകളാണ് സ്റ്റുഡൻസായും പല പല സ്കൂളുകളിൽ നിന്നും ജനറൽ പബ്ലിക്കായിട്ടും ഇവിടെ എത്തിയിട്ട് പോകുന്നത്. ഇവരെല്ലാം വരുന്നത് ടെക്നോളജിയെക്കുറിച്ച് അറിയാനും റോബോട്ടുകളെക്കുറിച്ച് ക്ലോസ് ആയിട്ട് കാണുവാനും അതിനോടൊക്കെ ഇൻട്രാക്ട് ചെയ്യാനും 3D പ്രിൻറ്റിംഗ്, വിർച്വൽ റിയാലിറ്റി, റോബോട്ടിക്സ്, AI, ഓഗ്മെൻറ്റഡ് റിയാലിറ്റി തുടങ്ങിയ കാര്യങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യാനാണ് എല്ലാ ആൾക്കാരും ഇവിടെ എത്തുന്നത്. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ആദ്യമായിട്ട് ഈ ഒരു യജ്ഞം ഇവിടെ തുടങ്ങുന്ന സമയത്ത് എത്രത്തോളം ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും, ടെക്നോളജിയുടെ റെലവൻസ് എന്താണെന്ന് ആളുകളിലേക്ക് എത്രത്തോളം എത്തിക്കാൻ പറ്റും എന്നുള്ളൊരു ചോദ്യത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. പക്ഷേ വളരെ വിശ്വാസത്തോടു കൂടി ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പളായ JP സണ്ണി അച്ഛൻ വളരെ ഞങ്ങളെ എൻകറേജ് ചെയ്തു. ഇല്ല, നമുക്കിത് ഒരുമിച്ച് കൊണ്ടുപോകണം, കുട്ടികൾക്ക് കുറേയധികം ഇതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടും എന്ന് പറഞ്ഞു. പക്ഷേ ആ കാലം അതിനെ തെളിയിച്ചു. കഴിഞ്ഞ 3 വർഷങ്ങളായി നാസ സ്പേസ് ആപ്പ് ചലഞ്ചിലേക്ക് ഗ്ലോബൽ നോമിനേഷൻ നേടുന്ന സ്റ്റുഡൻസ് ഉള്ളൊരു സ്കൂളാണിത്. അതിനോടൊപ്പം തന്നെ ലാസ്റ്റ് ഇയർ നടന്ന കുടിവർ, ലോകത്തെ തന്നെ വലിയൊരു AI ആൻഡ് റോബോട്ടിക്സ് കോമ്പറ്റീഷനായ കുടിവറിൽ നാഷണൽ ലെവൽ വിന്നേഴ്സ് ഈ സ്കൂളിൽ നിന്ന് വരുവാൻ സാധിച്ചു. തുടങ്ങി ഒത്തിരി അച്ചീവ്മെൻറ്റ്സ് ഈ സ്കൂളിന് കിട്ടുന്നത്, അല്ലെങ്കിൽ കുട്ടികളിലേക്ക് അതെത്തുന്നത്, സമൂഹത്തിൽ അതെത്തുന്നത് ഈ ഒരു ലാബ് വഴി, ഇവിടുത്തെ ഒരു റോബോട്ടിക്സ് ആൻഡ് AI ലാബ് വഴിയാണ്. അത് ഞങ്ങൾക്കിവിടെ തുടങ്ങാൻ സഹായിച്ച സ്കൂളിനോടും യൂണിക് വേൾഡ് റോബോട്ടിക്സിനോടും ഉള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ തരുണത്തിൽ രേഖപ്പെടുത്തുന്നു. ഇനിയും വരുന്ന മുന്നോട്ടുള്ള വർഷങ്ങളിലും ഇതിലും മികച്ച ടെക് ഫെസ്റ്റ് ആയിട്ട് വരാൻ സാധിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഓരോ വർഷവും പുതിയ കാര്യങ്ങൾ ഞങ്ങളിവിടെ കൊണ്ടുവരാൻ ട്രൈ
ചെയ്യാറുണ്ട്. കഴിഞ്ഞ വർഷം ഹ്യൂമനോയിഡ് റോബോട്ട് ആണെങ്കിൽ ഈ വർഷം കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്ത് ഒരു റോബോ ഡോഗിനെ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു റോബോ ഡോഗിനെ ആളുകളിലേക്ക് കൂടുതൽ ഇറങ്ങി, റോബോട്ടിക്സിന് ആളുകളിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന തരത്തിലുള്ള റോബോ ഡോഗിനെയൊക്കെ ഞങ്ങൾ ഇത്തവണ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അടുത്ത വർഷം ഇതിലും കൂടുതൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സോ സ്റ്റേ ട്യൂൺ വിത്ത് മാർത്തോമ സെൻട്രൽ സ്കൂൾ ആൻഡ് യൂണിക് വേൾഡ് റോബോട്ടിക്സ്. താങ്ക് യു.